അപ്പോഴത്തേക്ക് ഡിവോഴ്സ് ആവും പല ആൾക്കാരും. അവർ ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറാണ്. നമസ്കാരം. നമ്മളിന്ന് കുടുംബജീവിതത്തിൽ പല ആൾക്കാരുടെയും കുടുംബജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കും ബഹളവും അല്ല ഡിവോഴ്സും അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയും വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം ഒക്കെയാണ്. നമ്മൾ കാരണം അന്വേഷിക്കുകയാണെങ്കിൽ വളരെ നിസ്സാരമായ കാരണമേ കാണത്തുള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ല ചെറിയ ചെറിയ പിണക്കങ്ങൾ, സൗന്ദര്യ പിണക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴത്തേക്ക് ഡിവോഴ്സ് ആവും പല ആൾക്കാരും. ഞാൻ ഈ കഴിഞ്ഞൊരിടയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്, അവരിങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ആൾ പറഞ്ഞു, ആ പോകുന്ന കപ്പിൾസിനെ കണ്ടോ? വിവാഹം കഴിഞ്ഞ് 3-4 മാസമായ സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു ചെറിയൊരു മുഴ പോലെ, ഇവിടെ ശരീരത്തിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കഴുത്തിനും എന്തോ മുഴ പോലെയാണ് വന്നത്. അവർ ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ചിലപ്പം ചില ആൾക്കാർക്കത് മതി, ഇന്നത്തെ ഒരു തലമുറയ്ക്ക് പ്രത്യേകിച്ച് അത് മതി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ലവ് മാരേജ് ഒന്നുമല്ല, അറേഞ്ച്ഡ് മാരേജാണ്. ഞാനിത് പറയാൻ കഴിഞ്ഞാൽ ലവ് മാരേജൊക്കെ ആകുമ്പോൾ സാധാരണ ഇങ്ങനെ വന്നാൽ ചിലപ്പം ഉപേക്ഷിക്കത്തില്ല. അറേഞ്ച് മാരേജ് ആകുമ്പം അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് കുറവാണെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ അങ്ങനെയല്ല, ആ പെൺകുട്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കല്യാണം കഴിച്ച പയ്യൻ, അവനാണ് എല്ലാ കാര്യത്തിലും ആ പെൺകൊച്ചിനോട് കൂടെ നിൽക്കുന്നത്. അവിടെ ബുദ്ധിമുട്ട് എന്തുവാണെന്ന് മനസ്സിലാക്കി അവിടെ കൂടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. കീമോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ എപ്പോഴും പറയും അതങ്ങനെ സംഭവിച്ചു അല്ല ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ടാണ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ചില സമയത്തൊക്കെ ചില ഡിവോഴ്സ് ആവുന്നതിൻ്റെ റീസണൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഈ ഒരു ചെറിയ നിസ്സാര കാര്യത്തിലാണോ ഡിവോഴ്സ് ആയേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ശരിയാണ്, ചിലയിടത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അവിടത്തൊക്കെ വേറൊരു സൈഡ്. ഞാൻ പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഡിവോഴ്സ് ആവുന്ന ആൾക്കാർക്കിടയിൽ ഈ ഒരു ഭാര്യയും ഭർത്താവും വളരെയധികം അപ്രിസിയേഷൻ അർഹിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ആ പയ്യൻ, അവൻ്റെ ആ ഒരു കരുതലും സ്നേഹവും, അത് ഞാൻ പറഞ്ഞ പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ പയ്യൻ എത്രത്തോളം ആ പെൺകൊച്ചിനെ കരുതുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് അവർക്ക് പുറമേ ഒരാൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞേ, ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു മാതൃക ദമ്പതികളെന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു.